Hi everyone. So in this video we are going to discuss the RTP which is applicable for CA under September 2024 exams. So this is very important for both CA and CMA under, and final students also can just watch. Okay. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ജി എസ് ടി എന്ത് ചെയ്യാം, ആ ജി എസ് ടിൻ്റെ RTP നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ വി വിൽ ഡിസ്കസ് ഇൻകം ടാക്സ് RTP. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, ഞാൻ പറയാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റിസോഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്? ഓക്കെ, ഒന്നാമത് നമ്മളുടെ RTP, അതായത് നിങ്ങളുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം RTP സെപ്റ്റംബർ 2024 അടിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജി എസ് ടി ബുക്ക് അല്ലേ, വിച്ച് ഈസ് ആപ്ലിക്കബിൾ ഫോർ സെപ്റ്റംബർ 24 Jan 25 ആ ബുക്ക്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജി എസ് ടി ബൂസ്റ്റർ, അത് നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ജി എസ് ടി ബൂസ്റ്റർ. ഒരു സമ്മറൈസ്ഡ് ബുക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ അതും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ജി എസ് ടിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് ജി എസ് ടി. അപ്പോൾ നമുക്ക് ആദ്യം MCQ നമുക്ക് നോക്കാം. അപ്പോൾ ദർ ഇസ് എ കേസ് സിനാരിയോ ദ ഗിവൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. XYZ Private Limited is a mid-sized company and registered in Delhi ആണ് കേട്ടോ, dealing in the manufacturing and distribution of electronic goods in India. The company has been operating for over a decade and has robust supply chain network across the country. The company needs to ensure the compliance with the various GST regulation related to return filing, registration, payment of tax. That's a simple story. The company is exploring to expand sales channel in India through distributors each states. In view of the same, the company has undertaken the following activities. Okay, അപ്പോൾ പിന്നെ നമ്മൾ ഈ MCQ വായിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, വെറുതെ നമ്മൾ ആദ്യം കേസ് സിനാരിയോ വായിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. എന്നാൽ പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ എന്താണ് അവർ പറയുകയാണ്, ഹോട്ടൽ ഷാൾ ചാർജ്. അപ്പോൾ ഹോട്ടലിൻ്റെ കേസിൽ CGST SGST ആണോ അതോ IGST ആണോ ചാർജ് ചെയ്യണം. അപ്പോൾ ഹോട്ടലിൽ എന്തോ ട്രാൻസാക്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ CGST SGST ആണോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ MCQ വായിക്കാൻ കേട്ടോ. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ റീഡ് എന്താണ് യു ക്യാൻ റീഡ് ഓൺ എ ഫോക്കസ് അല്ലേ, എന്താണ് മോർ ഫോക്കസ്ഡ്. അപ്പോൾ ആദ്യം ഇത് വായിക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നത് ഈ ഹോട്ടൽ, അവരെന്തോ ഹോട്ടലിൽ പോയിട്ടുണ്ട്, അപ്പോൾ ഹോട്ടൽ ചാർജ് ചെയ്യേണ്ട GST എന്താണ്, CGST SGST ആണോ, ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഗിഫ്റ്റ് ഐറ്റംസ്, അതിൻ്റെ പ്ലേസ് സപ്ലൈ ചോദിക്കുന്നുണ്ട്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഇൻ റിലേഷൻ ടു ഗിഫ്റ്റ് ഐറ്റംസ് ആൻഡ് ഇൻഷുറൻസ് പോളിസി. അത് അപ്പോൾ ഇൻഷുറൻസ് പോളിസിൻ്റെ കേസിൽ ITC എടുക്കാൻ പറ്റൂല എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ഇൻ റിലേഷൻ ടു ഇഷ്യൂസ് ഇ-വേ ബിൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ഫാക്ടറി ആൻഡ് വെയർ ഹൗസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു ന്യൂ വെയർ ഹൗസ് ടേക്കൺ ഓൺ ദ റെന്റ്, അതായത് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണോ വേണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. ഓക്കെ, റെഡി. അപ്പോൾ എല്ലാവരും യു ഹാവ് ടു കീപ് റെഡി യുവർ ഓൾ ദ ബുക്സ് ആൻഡ് അല്ലേ, GST ബൂസ്റ്റർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്സ് അല്ലെ, നിങ്ങളുടെ ബുക്ക്, ദെൻ യു ഹാവ് ടു ടേക്ക് ദ RTP. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ദ ഓർഗനൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ കോൺക്ലേവ് ഇൻ ഉദയ്പൂർ രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാൻ ഒരു കോൺക്ലേവ് നടത്തി, ഒരു കോൺഫറൻസ് പോലെ നടത്തി. അപ്പോൾ ദ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രം രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഹോട്ടൽ അക്കോമഡേഷൻ വാസ് 25 lakhs. ഓക്കെ, 25 lakhs ആണ് വിച്ച് വാസ് പെയ്ഡ് ബൈ ദ ഡൽഹി ഓഫീസ് ടു ഹോട്ടൽ ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് അവർ ചോദിക്കുന്നത്, ഏത് GST ആണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പം മനസ്സിലാക്കണം, നമ്മൾ കമ്പനി ഉള്ളത് ഡൽഹിയിലാണ്, അവർ കോൺക്ലേവ് നടത്തുന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഫ് യു ടേക്ക് ദ പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ രണ്ടിൽ കാണിച്ചു തരാം. ഇപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ ഇഫ് യു ടേക്ക്, ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്റർ. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്റർ എടുക്കുക എല്ലാവരും. അപ്പോൾ അതിൽ നമുക്കറിയാം ഏതാണ്, ഓക്കെ, ഇതൊരു ഹോട്ടലാണ് അല്ലേ. ഹോട്ടൽ മീൻസ് എന്താണ്, അക്കോമഡേഷൻ ബൈ ഹോട്ടൽ. അപ്പോൾ നമ്മൾ GST ബൂസ്റ്ററിൽ ഞാനത് സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇഫ് യു ടേക്ക് ദാറ്റ്, എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈയുടെ, ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഇഫ് യു ടേക്ക്, ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ നോക്കുകയാണെങ്കിൽ, ഇമ്മോബിൾ പ്രോപ്പർട്ടീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ
പിന്നെ ലൊക്കേഷൻ ഓഫ് ദ ഇമ്മോബിൾ പ്രോപ്പർട്ടി. സിമ്പിൾ അല്ലേ, ലൊക്കേഷൻ ഓഫ് ദ ഇമ്മോബിൾ പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ലൊക്കേഷൻ ഓഫ് ദ ഇമ്മോബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ വരെ പറയും? വിച്ച് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ? ബട്ട് ഈസ് ടെൽ മീ. സെക്കൻഡ്. ഓക്കെ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പ്ലേസ് ഓഫ് സപ്ലൈ ലൊക്കേഷൻ ഓഫ് ദ ഇമ്മോബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ അല്ലേ. അപ്പോൾ ഏതാ വരിക? രാജസ്ഥാനാണ് പ്ലേസ് ഓഫ് സപ്ലൈ വരിക. പിന്നെ സപ്ലയർ എവിടെ? ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ എന്ന് വെച്ചാൽ എന്താ പറയുക? ഹോട്ടൽ എവിടെയാണ്? രാജസ്ഥാൻ. ഇപ്പോൾ രണ്ടും രാജസ്ഥാനിലായതുകൊണ്ട് ഇറ്റ് ഈസ് എ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ ഏത് ജി എസ് ടി വരിക? CGST SGST ആണ് വരേണ്ടത് അല്ലേ. സോ CGST SGST ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ശരി നോക്കാം. അപ്പോൾ അവർ പറയാണ് ഹോട്ടൽ CGST SGST ഇൻവോയ്സ് ടു ദ കമ്പനി അല്ലേ. അപ്പോൾ CGST SGST ആണ് ചാർജ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ആൻസറിൽ പറയാണ് ഫസ്റ്റത്തെ ആൻസർ 1 = A. ഓക്കെ, 1ൻ്റെ ഏതാണ്? A ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം A കറക്റ്റാണ്. അപ്പോൾ ബാക്കി നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷാൾ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ റിലേഷൻ ടു ഗിഫ്റ്റ് ഐറ്റംസ്? ഓക്കെ, ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ കേസ് എന്ന് വെച്ചാൽ അപ്പോൾ നോക്ക് നിങ്ങൾ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. Company purchased certain gift items for distribution to the participants in the conclave. Gift items were purchased from vendor in Ludhiana, Punjab. പഞ്ചാബ് നിന്നാണ് അവർ എന്ത് ചെയ്തത്? ഗുഡ്സ് പർച്ചേസ് ചെയ്തത്. ഡെലിവേർഡ് ടു ദ ഹോട്ടൽ ഇൻ ഉദയ്പൂർ, രാജസ്ഥാനിലേക്കാണ് ഡെലിവർ ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ GST ബൂസ്റ്റ് എടുക്കാം, അത് പെട്ടെന്ന് ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇതൊരു ബിൽ ടു ഷിഫ്റ്റ് മോഡലാണ്. എന്താണ് ഈ ബിൽ ടു ഷിഫ്റ്റ് മോഡൽ എന്നാണ് എവരിവൺ? വാട്ട് ഈസ് ദിസ് ബിൽ ടു ഷിഫ്റ്റ് മോഡൽ? പറയൂ എവരിവൺ, എന്താ ബിൽ ടു ഷിഫ്റ്റ് മോഡൽ? അതായത് നോക്ക് നിങ്ങൾ, ഇവിടെ ഈ പഞ്ചാബിലുള്ള കമ്പനി ബില്ലിങ് ചെയ്തിട്ടുള്ളത് ആരുടെ പേരിലായിരിക്കും? ഡൽഹി ഓഫീസിൻ്റെ പേരിലാണ്. പക്ഷേ ഷിപ്പ് ടു അത് സെൻഡ് ചെയ്തിട്ടുള്ള എങ്ങോട്ടായിരിക്കും? ദാറ്റ് വിൽ ബി രാജസ്ഥാൻ. നമുക്കറിയാം ദിസ് ഇസ് വാട്ട് ബിൽ ടു ഷിഫ്റ്റ് മോഡൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ബില്ലടിക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? തേർഡ് പേഴ്സൺ. നിങ്ങൾക്കിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ തേർഡ് പേഴ്സൺ. അപ്പോൾ നമുക്കറിയാം ബിൽ ടു ഷിഫ്റ്റ് മോഡലിൻ്റെ കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കും ലൊക്കേഷൻ ഓഫ് ദ തേർഡ് പേഴ്സൺ ആണ് വരിക അല്ലേ. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഏതാ വരിക? ഡൽഹി ആണ് വരിക. അപ്പോൾ രണ്ടാമത്തെ കേസിൽ പറയാണ് വാട്ട് വുഡ് ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ? അപ്പോൾ ഏതാ വരിക? B ആണ് വരിക, ഡൽഹി ആണ് വരിക. നോക്കാം നമുക്ക്, B അല്ലേ. ഓക്കെ, B ആണ് വരിക അല്ലേ, കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ B. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. Which of the following statement is correct in relation to gift items and insurance policy? അപ്പോൾ അതിൻ്റെ ITs എടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ദ കോസ്റ്റ് ഓഫ് ഗിഫ്റ്റ് എത്രയാണ്? 25 lakh. ഹൗ ദ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ ഗിഫ്റ്റ് ഈസ് എക്സെട്ര. അതൊക്കെ വെറുതെ ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇഫ് യു ടേക്ക് ദ ITC ചാപ്റ്റർ, ഓക്കെ, ITC ചാപ്റ്റർ ഞാൻ GST ബൂസ്റ്ററാണ് എടുക്കുന്നത് കേട്ടോ. മറ്റേ ബുക്ക് നമുക്ക് പിന്നെ എന്താ പറയുക, ഒരുപാട് നമ്മൾ തരേണ്ടി വരും അല്ലേ. ഇപ്പോൾ ഇത് ബ്ലോക്ക്ഡ് ITC, ഇഫ് യു ടേക്ക് ദ ബ്ലോക്ക്ഡ് ITC യു ക്യാൻ സീ ദാറ്റ് അതിലുണ്ടാവും, ബ്ലോക്ക്ഡ് ITCയിലുണ്ടാവും ഗുഡ്സ് സ്റ്റോളൻ, ഡിസ്ട്രോയിഡ്, റിട്ടേൺ ഓഫ്, അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾസ്, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഇതിൻ്റെ ITC നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെ. ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിൻ്റെ ITC എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്, അതിൻ്റെ ITC കിട്ടില്ല. പിന്നെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് ഫോർ എന്താണ് ആൻഡ് ദ പ്രീമിയം ഫോർ സച്ച് ഇൻഷുറൻസ് പോളിസി 1 lakh ഫോർ വിച്ച് പെയ്ഡ് ബൈ ദ കമ്പനി. ദർ ഇസ് നോ റിക്വയർമെൻറ്റ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ മേലെയാണ് ഇൻഷുറൻസ് എടുത്തത്. അത് നമുക്കറിയാം. അതിൽ ബ്ലോക്ക്ഡ് ഐറ്റംസിൽ പറയുന്നുണ്ട്. എവിടെയായിരുന്നു അല്ലേ, അല്ല ഇവിടെ അല്ല, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അല്ലേ. അപ്പോൾ അത് ബ്ലോക്ക്ഡ് ആണ്. ദാറ്റ് ആൾസോ ബ്ലോക്ക്ഡ്. അപ്പോൾ നിങ്ങൾ ബ്ലോക്ക്ഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ പറയും? ദ കമ്പനി നോട്ട് എലിജിബിൾ ടു ITC ഇൻ റിലേഷൻ ടു ബോത്ത് ഗിഫ്റ്റ് ആൻഡ് ഇൻഷുറൻസ് പോളിസി. അതല്ലേ ശരി? 3A അല്ലേ. അപ്പോൾ 3A ആണ് അതിൻ്റെ ശരി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഫോർത്ത് വൺ. Which of the following statements is correct in relation to issue EVA bill for transportation goods between factory and warehouse? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് ദ കമ്പനി ടുക്ക് ഓൺ റെന്റ് എ ന്യൂ വെയർഹൗസ് നിയർ ദ ഫാക്ടറി. അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാക്ടറി ഇതാക്കിയിട്ടുണ്ട്. ആൻഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ്, ദ ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ ദ ഫാക്ടറി ആൻഡ് ന്യൂ വെയർഹൗസ് ഇൻ നോൺ മോട്ടോറൈസ്ഡ് കാർട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അവരുടെ
ഫാക്ടറി ഡൽഹിയിലുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു വെയർ ഹൗസ് എടുത്തു, വെയർ ഹൗസ് വാടക എടുത്തു. വാടക കൊടുക്കുന്നത് 18 lakh ഫോർ ദ ഇനീഷ്യൽ 11 month ആൻഡ് 21 lakh ഫോർ ദ നെക്സ്റ്റ് 11 month, അങ്ങനെയാണ് അവർ വാടക കൊടുക്കുന്നത്, അത് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇ വേ ബിൽ, അപ്പോൾ ഇ വേ ബിൽ നോക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് ദാറ്റ് ഇ വേ ബിൽ, ഓക്കെ ഐ ടേക്ക് ദാറ്റ്. ഇപ്പോൾ ഇ വേ ബില്ലിൻ്റെ കേസ് ഇപ്പോൾ നമ്മുടെ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇഫ് യു ടേക്ക് ദ ഇ വേ ബിൽ ബഡീസ്, ഓക്കെ അവിടെ ഇ വേ ബിൽ അവിടെ, ഓക്കെ ഇ വേ ബിൽ. ഇപ്പോൾ ഇ വേ ബില്ലിൻ്റെ കേസിൽ നോട്ട് റിക്വയർഡ് അല്ലേ, നോട്ട് റിക്വയർഡ് ഇ വേ ബില്ലിൻ്റെ കേസിൽ പറയുന്നുണ്ട് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇസ് എ നോൺ മോട്ടോർ വെഹിക്കിൾ. നോൺ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ ഇ വേ ബില്ലിൻ്റെ ആവശ്യമില്ല, നോൺ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ ഇ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോൺ മോട്ടറൈസ്ഡ് കാർട്ടാണ്, അതുകൊണ്ട് എത്ര എമൗണ്ട് ആയിക്കോട്ടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ദറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇ വേ ബില്ല് വേണ്ട അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്മൾ, ഓക്കെ ഇതാണല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഇ വേ ബില്ലാണ് അല്ലേ. ഇ വേ ബില്ലിൻ്റെ കേസിൽ ഏതാണ്, അപ്പോൾ അവർ പറയാണ് ഫസ്റ്റ് ദ ഇ വേ ബിൽ ഇസ് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ്, അത് തെറ്റാണ്. പിന്നെ ഇ വേ ബിൽ ഇസ് നോട്ട് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ്, അതാണ് ശരി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം 4ൻ്റെ ഏതാണ്, 4B ആണ് കറക്റ്റ്. ഓക്കെ നെക്സ്റ്റ് വൺ 5. Which of the following statement is most appropriate in relation to the new warehouse taken? ഒരു പുതിയ വെയർ ഹൗസ് ഉണ്ട് ഡൽഹി തന്നെ പുതിയ വെയർ ഹൗസ്. അപ്പോൾ ഡൽഹിയിൽ ഫാക്ടറി ഉണ്ട്, അവിടെ തന്നെ വെയർ ഹൗസ് ഉണ്ട്. നമുക്കറിയാം ഒരേ സ്റ്റേറ്റിലാണ് 2 അഡീഷണൽ പ്ലേസ് എങ്കിൽ, ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം, അല്ലെങ്കിൽ രണ്ടിനും കൂടെ ഒറ്റ രജിസ്ട്രേഷൻ. അപ്പോൾ എന്തായിരിക്കും, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ നോട്ട് റിക്വയർഡ് മാൻഡേറ്ററി, അതല്ലേ ശരി അല്ലേ. കാരണം ഡൽഹി തന്നെയാണ് ഫാക്ടറി, ഡൽഹി തന്നെയാണ് വെയർ ഹൗസ്. ഇപ്പോൾ വെയർ ഹൗസ് ഇസ് അഡീഷണൽ പ്ലേസ് ഓഫ് കോഴ്സ്. അപ്പോൾ അഡീഷണൽ പ്ലേസ് ആണെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമല്ല. സപ്പോസ് അത് വേറെ സ്റ്റേറ്റിലായിരുന്നെങ്കിൽ നമുക്ക് പറയാം എന്താണ്, നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണം. പക്ഷേ ഇത് ഒരേ സ്റ്റേറ്റിലായതുകൊണ്ട് നോട്ട് മാൻഡേറ്ററി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ MCQ, ഈസി അല്ലേ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കട്ടെ എല്ലാവരും. നൗ ക്രാഫ്റ്റ് മോഡൽ ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഡീലർ ഇൻ പട്ന, ദേ ഹാവ് എന്താണ്, അപ്പോൾ ബീഹാറിലാണ്, ഇസ് എൻഗേജ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് സപ്ലൈസ്, ഇസ് നോട്ട് എൻഗേജ് ഇൻ റെൻറ്റിംഗ് ഓഫ് കാർ. It is not engaged in renting of car business. The company provided the following details for the month of Jan 2024. അപ്പോൾ അവർ പറയുന്നുണ്ട് ഔട്ട്വാർഡ് സപ്ലൈ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി ആൻസർ കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും. നമ്മളിപ്പോൾ റെക്കോർഡ് ഇതിൻ്റെ കേസിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചുതരാം. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കട്ടോ, നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, ഡോണ്ട് വറി. അപ്പോൾ ഫസ്റ്റ് വൺ ഔട്ട്വാർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് വാല്യൂ എടുക്കാം നമ്മൾ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്റർ നമുക്കറിയാം, വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്റർ എടുക്കുക എല്ലാവരും. എവറി വൺ ടേക്ക് വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്റർ. വാല്യൂ ഓഫ് സപ്ലൈ ചാപ്റ്റർ ക്ലിയർലി പറയുന്നുണ്ട് വാട്ട് വുഡ് ബി ദ വാല്യൂ, ട്രാൻസാക്ഷൻ വാല്യൂ വിൽ ബി ദ വാല്യൂ അല്ലേ. പിന്നെ ട്രാൻസാക്ഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കുറേ എമൗണ്ട്സ് ഒക്കെ ആഡ് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും നമ്മുടെ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂ വെറുതെ തന്നാണ് ട്രാൻസാക്ഷൻ വാല്യൂ. അപ്പോൾ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഉണ്ട്, ടു അതർ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻ്റർ സ്റ്റേറ്റ് ആണ്, ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. അപ്പോൾ 4 lakhൻ്റെ മേലെ എന്ത് ചെയ്യും നമ്മൾ CGST SGST, ആൻഡ് 6 lakhൻ്റെ മേലെ IGST, അതാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും രണ്ടും നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്താണ്, ദ കമ്പനി പ്ലഡ്ജ്ഡ് ഇറ്റ്സ് 5% ഇക്വിറ്റി ഷെയർസ് ടു ദ മെർച്ചന്റ് ബാങ്കർ ഫോർ ദ പർപ്പസ് ഓഫ് പ്രപ്പോസ് ഇനീഷ്യൽ. അവർ എന്ത് ചെയ്തു, അവർ ഷെയർ എന്ത് ചെയ്തു, പ്ലഡ്ജ് ചെയ്തു അല്ലേ, ഷെയർ പ്ലഡ്ജ് ചെയ്തു. അപ്പോൾ താഴെ പറയുന്നുണ്ട് എന്തായിരുന്നു, അവിടെ പറയുന്നുണ്ട് ദ റിഗാർഡിംഗ് ദ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ്, ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഇസ് 5 lakh, മാർക്കറ്റ് വാല്യൂ 8 lakh. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളുടെ ബുക്ക് എടുക്കാം, GSTൻ്റെ ബുക്ക് എടുക്കാം. അപ്പോൾ GST ബൂസ്റ്റർ അല്ല, നമ്മുടെ ബുക്കിൽ ഞാൻ എല്ലാ ഡെഫിനേഷനും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആദ്യം അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് നമ്മൾ സപ്ലൈ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് സപ്ലൈ ചാപ്റ്റർ. ഓക്കെ, സപ്ലൈ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, സപ്ലൈ ആവണമെങ്കിൽ അല്ലേ, സപ്ലൈ ചാപ്റ്റർ അതിൽ സപ്ലൈ ആവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന് ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം, പിന്നെ കൺസിഡറേഷൻ വേണം, എന്താ കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. പിന്നെ ഞാൻ ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ, എല്ലാ ഡെഫിനേഷൻ ഈ ബുക്കിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ലാസ്റ്റിലേക്ക് വരും. ദെയർ യു ക്യാൻ സീ ചാപ്റ്റർ വൈസ് ഡെഫിനേഷൻ. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ഗുഡ്സ് അല്ലേ. എന്താണ് ഗുഡ്സ്? ഗുഡ്സ് മീൻസ് അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി. എന്താണ് സെക്യൂരിറ്റി? എന്താണ് എവരി വൺ സെക്യൂരിറ്റി? ഓക്കെ, എന്താ സെക്യൂരിറ്റി? സെക്യൂരിറ്റി മീൻസ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഷെയറും ഡിബെഞ്ചറും ഒന്നും എന്തല്ല, നമ്മളുടെ ഗുഡ്സ് അല്ല. ഗുഡ്സ് അല്ലെങ്കിൽ പിന്നെന്തില്ല,
സപ്ലൈ അല്ല, സപ്ലൈ അല്ലെങ്കിൽ ജി എസ് ടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവത്തിന് ജി എസ് ടി ഉണ്ടാവില്ല കേട്ടോ. ഏതിന്? ഈ പ്ലഡ്ജിങ് ഓഫ് ഷെയർസിന് ജി എസ് ടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ് നിൽ അല്ലേ, കാരണം ഇത് നീദർ ഗുഡ്സ് നോർ സർവീസസ്. ഈസി അല്ലേ? ഓക്കെ. പിന്നെ നമുക്കറിയാം നെക്സ്റ്റ് വൺ അതായിരുന്നു സ്റ്റോക്ക് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് വർത്ത് റുപ്പി. അപ്പോൾ അടുത്തത് സ്റ്റോക്ക് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് വർത്ത് റുപ്പി 50,000 വിത്തൗട്ട് കൺസിഡറേഷൻ ടു ബ്രാഞ്ച് ഇൻ ഗയ, ബീഹാർ. ബ്രാഞ്ച് ഹാസ് ബീൻ ഡിക്ലെയർഡ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളവിടെ ഉള്ളത് ബീഹാറിലാണ്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, അവരുടെ തന്നെ മറ്റൊരു ബ്രാഞ്ച് ബീഹാറിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരേ സ്റ്റേറ്റിലാണ് 2 ബ്രാഞ്ചെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അവർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ അല്ല. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് സപ്ലൈ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജി എസ് ടി കണ്ടെത്തേണ്ട ആവശ്യം ഇല്ല അല്ലേ. പിന്നെ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? നെക്സ്റ്റ് വൺ ഇതൊക്കെ ഇൻവേർഡ് സപ്ലൈൻ്റെ കേസാണ് കേട്ടോ. ഇത് നമ്മളുടെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മൾ എടുക്കണ്ട. നെക്സ്റ്റ് വൺ ഔട്ട്വേർഡ് സപ്ലൈ. നെക്സ്റ്റ് വൺ ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് സർവീസ് ഓഫ് മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ്. ഇപ്പോൾ എക്സാംഷൻ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇഫ് യു കം ടു എക്സാംഷൻ ചാപ്റ്റർ ബഡീസ്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം അഗ്രികൾച്ചർ റിലേറ്റഡ് സർവീസ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റി ഇത് ജി എസ് ടി ബൂസ്റ്റാണ്. ഞാൻ തിയറി ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജി എസ് ടി ബൂസ്റ്റിൽ വേണ്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ്. മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ് ഇസ് ടാക്സബിൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം ദിസ് ഇസ് ടാക്സബിൾ. മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ് ഇസ് ടാക്സബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2 lakh അല്ലേ, 2 lakh rupees നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ജി എസ് ടി കൊടുക്കാം. മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ് 2 lakhൻ്റെ 18,000 നമ്മൾ കണ്ടെത്താം. ഈസി അല്ലേ, മനസ്സിലാവുന്നല്ലേ, എല്ലാവരും കത്തുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് വൺ ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് സർവീസസ് ഓഫ് ഗിവിംഗ് ട്രക്ക് ഓൺ ഹയർ ടു ഗവൺമെൻറ് അതോറിറ്റി. അതായത് നമ്മളുടെ ഒരു വെഹിക്കിൾ ഗവൺമെൻറ്റൽ അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെഹിക്കിളിൻ്റെ വാടക എക്സംപ്റ്റ് ആണോ? നമുക്ക് ജി എസ് ടി ബൂസ്റ്റർ തന്നെ എടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം എവിടെയായിരുന്നു ജി എസ് ടി ബൂസ്റ്ററിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലീസിങ് ഓർ റെൻറ്റിങ് സർവീസ്. അപ്പോൾ അതിൽ വെഹിക്കിൾ വാടക കൊടുക്കുകയാണെങ്കിൽ, റെൻറ്റിങ് ഓഫ് വെഹിക്കിൾ വാടക കൊടുക്കുകയാണെങ്കിൽ ഗുഡ്സ് വെഹിക്കിൾ, അതായത് ഒരു ട്രക്ക് നിങ്ങൾ ആർക്ക് വാടക കൊടുത്താൽ മാത്രമേ എക്സംഷൻ കിട്ടുക, GTM. ഇനി ഗവൺമെൻറ്റിന് എന്ത് വാടക കൊടുത്താൽ എക്സംഷൻ കിട്ടുക? ഒന്നിൽ KSRTCക്ക് നിങ്ങൾ എന്ത് വാടക കൊടുക്കുക, 12 സീറ്റിന് മുകളിലുള്ള ഒരു വെഹിക്കിൾ വാടക കൊടുക്കുക. അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി പഞ്ചായത്തിന് എന്ത് വാടക കൊടുക്കുക, ഇലക്ട്രിക് വെഹിക്കിൾ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്, ഒരു ട്രക്കാണ് അല്ലേ, ട്രക്ക് വാടക കൊടുത്തു. ട്രക്ക് നിങ്ങൾ ആർക്ക് വാടക കൊടുത്താൽ മാത്രം എക്സംഷൻ കിട്ടുക, ട്രക്ക് നിങ്ങൾ ആർക്ക് വാടക കൊടുത്താൽ മാത്രം എക്സംഷൻ കിട്ടുക, ഓൺലി ഫോർ ദ GTA. അതുകൊണ്ട് ഇവിടെ നമ്മൾ ട്രക്ക് വാടക കൊടുത്തത് ഗവൺമെൻറ് അതോറിറ്റിക്കാണ്, അത് എക്സംഷൻ കിട്ടൂല. സോ ദിസ് ഇസ് ടാക്സബിൾ. അപ്പോൾ 1,50,000 മേലെ നമ്മൾ എന്ത് ചെയ്യണം, GST കണ്ടെത്തണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഓരോ തിയറി നിങ്ങൾ ഇതുപോലെ വേണ്ടത് കണക്ട് ചെയ്യാൻ. പിന്നെ അടുത്ത ഇത് എമൗണ്ട് പെയ്ഡ് ആണ്, ഇത് പർച്ചേസ് ആണ്. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് ടാക്സ് കഴിഞ്ഞു അല്ലേ, ഔട്ട്പുട്ട് ടാക്സ് കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് ഇത്രയും കിട്ടി. സെറ്റ് അല്ലേ, ഈസി. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ITC കണ്ടെത്തണം. ITC നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ITCൻ്റെ വർക്കിംഗ് നോട്ട് അവർ താഴെ തന്നിട്ടുണ്ട്. വർക്കിംഗ് നോട്ട് ഓഫ് ITC അല്ലേ, ITC കമ്പ്യൂട്ടേഷൻ ഓഫ് ITC നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ITC എന്ന് പറയുമ്പോൾ നമ്മുടെ പർച്ചേസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് 4ാമത്തെ പോയിന്റ് എടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ 4th പോയിന്റിൽ വൈകിയും ഇൻട്രാ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ വേരിയസ് സർവീസസ് ഫോർ യൂസ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്. അവർ കുറേ സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടോട്ടലാണ്. അതിൽ 30 ഇൻവോയ്സസ് ഉണ്ട്. Out of 30 invoice, details of 10 invoice amounting to 2,50,000 were not furnished by the supplier in the GSTR1. Resultantly were not reflected in GSTR2B. നമുക്ക് എല്ലാവർക്കും അറിയാം GST ബൂസ്റ്റർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, എല്ലാവരും എന്ത് ചെയ്യുക, ITC ചാപ്റ്ററിലേക്ക് വരും. ITC ചാപ്റ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാം there is a condition, okay, condition for taking ITC. അതിൽ പറയുന്നുണ്ട് സപ്ലയർ GSTR1 അപ്ലോഡ് ചെയ്യണം, അത് GSTR2B റിഫ്ലക്റ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ITC നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഈ 2,50,000 അതിൻ്റെ സപ്ലയർ GSTR1 സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ITC കിട്ടൂല, കാരണം 2B വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 12 ലക്ഷത്തിന് ITC എടുക്കാൻ പറ്റില്ല. അതൊന്ന് 2,50,000 കുറച്ചിട്ട് മാത്രമേ നമുക്ക് ITC എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എത്ര വരിക, 9,50,000 നമുക്ക് ITC എടുക്കാൻ പറ്റുക. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ. അതായത് 12 lakh minus 2,50,000. ഓക്കെ. പിന്നെ അടുത്തത് നെക്സ്റ്റ് വൺ, എമൗണ്ട് പെയ്ഡ് ടു IIM Ahmedabad, Gujarat for providing 15 days management training to 10. This is important. നമുക്ക് നമ്മളുടെ GSTൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. നോട്ട് GST ബൂസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമിനേഷൻ ചാപ്റ്ററിലേക്ക് വരും.
everyone come to exemption chapter. അതിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സംഷൻ എടുക്കുക, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പോൾ ദർ യു ക്യാൻ സി, അപ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇഫ് യു സി യു ക്യാൻ സി IIM, ഞാൻ ഫസ്റ്റ് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. IIMൻ്റെ കേസിൽ ലോങ് ഡ്യൂറേഷൻ പ്രോഗ്രാംസ് എക്സംപ്റ്റ് ആണ്, പക്ഷേ ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാം ടാക്സബിൾ ആണ്. ഇതാണ് തിയറി, ഇത്രേ തിയറി ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എമൗണ്ട് പെയ്ഡ് ടു IIM ഗോ ഫോർ പ്രൊവൈഡിങ് 15 days മാനേജ്മെൻറ്റ് ട്രെയിനിങ് ടു അല്ലേ, മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഫോർ 15 days. അപ്പോൾ ലോങ് ഡ്യൂറേഷൻ പ്രോഗ്രാമാണോ ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാമാണോ? ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാമാണോ? ഓഫ് കോഴ്സ് ടാക്സബിൾ ആണ്. പക്ഷേ വേറെ പ്രശ്നം വെച്ചാൽ ഇത് IIM പ്രൊവൈഡ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ്? ഓക്കെ, ശ്രദ്ധിക്കാം. എമൗണ്ട് പെയ്ഡ് ടു IIM അഹമ്മദാബാദ് ഗുജറാത്ത് ഫോർ പ്രൊവൈഡിങ് 15 days മാനേജ്മെൻറ്റ് ട്രെയിൻ ടു 10 managers ഫ്രം 10th January. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈയും കൂടെ കണ്ടെത്തുന്നുണ്ടോ? കാരണം ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഗുജറാത്ത് ആയിരിക്കുമോ? ഇവരെവിടെ ഉള്ളതാണ്? ദിസ് ടീംസ് ആർ രജിസ്റ്റേർഡ് ഇൻ ബീഹാർ ആണ് അല്ലേ. ഇതെന്ത് സർവീസാണ്? IIM എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? IIM എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ് സർവീസ് അല്ലേ, മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒരു ട്രെയിനിങ് സർവീസാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ, ഞാൻ GST ബൂസ്റ്റർ എടുക്കാം, അതാണ് പെട്ടെന്ന് നമുക്ക് അല്ലേ. ഇപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ എല്ലാവരും പിന്നെ GST ബൂസ്റ്റർ ഇല്ലാത്തൊരു നോർമൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം പ്ലേസ് ഓഫ് സപ്ലൈയിൽ ഇഫ് യു സി ദർ യു ക്യാൻ സി ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ അവിടെ പറയുന്നുണ്ട് റെസിപ്പിൻ്റെ രജിസ്റ്റർ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ലൊക്കേഷൻ ഓഫ് റെസിപ്പിൻ്റെ ആണ് വരിക. റെസിപ്പിൻ അൺരജിസ്റ്റർ ആണെങ്കിൽ വേർ ഇറ്റ് ഈസ് ആക്ച്വലി പെർഫോംഡ്. അപ്പോൾ നോക്ക് നിങ്ങൾ ഈ കേസിൽ ട്രെയിനിങ് കൊടുക്കും അല്ലേ. എന്താണ് IIM ഗുജറാത്ത് ആർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്? കമ്പനി രജിസ്റ്റേർഡ് ഇൻ ബീഹാർ. അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ വരിക എവിടെയാണ്? ഗുജറാത്തല്ല വരിക കേട്ടോ, ബീഹാറാണ് വരിക. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക പറയും? ബീഹാർ ആയതുകൊണ്ട് 5 lakhൻ്റെ മേലെ ഏത് GST. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലായി ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് ടാക്സബിൾ ആണ്. മറ്റൊരു കാര്യം മനസ്സിലായി, അതിൻ്റെ മേലെ ഏത് GST ചാർജ് ചെയ്യണം? IGST ആണ് ചാർജ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്, ട്രെയിനിങ്. അപ്പോൾ IGST ആണ് അതിൻ്റെ മേലെ ചാർജ് ചെയ്യുക. റീസൺ ഞാൻ കാണിച്ചു തന്നു, പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ റെഫർ ചെയ്യണം. ഓക്കെ, സെറ്റ്. പിന്നെ അടുത്തത് പർച്ചേസർ എയർ ടിക്കറ്റ് ഫോർ ഇറ്റ്സ് എംപ്ലോയീസ് ഫ്രം പട്ന ടു ഗുവാഹത്തി ആസാം എയർപോർട്ട് ഇൻ എക്കണോമി. ആസാം എയർപോർട്ട് ഇൻ എക്കണോമി ക്ലാസ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇതിൻ്റെ മേലെ GST ഉണ്ടാവോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം GST ബൂസ്റ്റർ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ GST ബൂസ്റ്റർ കാണിക്കാം. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതിൽ പറയുന്നത് ടു ഓർ ഫ്രം ബാറ്റ്സ്മാൻ എക്സംപ്റ്റഡ്. ഈ ബാറ്റ്സ്മാൻ്റെ ഫുൾ ഫോം ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മളെ അപ്പം തന്നെ വേണ്ടിയില്ലേ. അപ്പോൾ ബാറ്റ്സ്മാൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് യു സീ ദാറ്റ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ എന്താ? ബാറ്റ്സ്മാൻ ടു ഓർ ഫ്രം ബാറ്റ്സ്മാൻ. അതായത് ഈ പറഞ്ഞ ടീംസ് അതിൽ നമുക്കറിയാം ആസാം ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ആസാമിലേക്ക് ഒരു ഫ്ലൈറ്റിൽ പോവുക, അല്ലെങ്കിൽ ആസാമിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് വരിക, അത് എക്സംപ്റ്റ് ആണ്. പക്ഷേ എക്കണോമിക് ക്ലാസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആസാമിലേക്ക് ആണ് പോയത് അല്ലേ. അപ്പോൾ ആസാമിലേക്കാണ് പോയത്, മാത്രമല്ല എക്കണോമിക് ക്ലാസ് ആണ്. സോ ദിസ് ഇസ് എക്സംപ്റ്റഡ്. അതിൻ്റെ മേലെ ഒരു ITC നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് എക്സംപ്റ്റ് ആണ്. സെറ്റല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് ഞാൻ മുമ്പത്തെ RTPയിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പത്തെ RTP അല്ല, സോറി, November 2022 എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഈ B പോയിന്റ് ഞാൻ ഓൾറെഡി ഇത് ഒരു ഒരു യൂട്യൂബ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് നോക്കാം. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എവരിവൺ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ലേ? ബാക്കി അപ്പോൾ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ടാക്സും ITCയുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് എനിക്ക് ഞാനൊരു റെഗുലർ ക്ലാസ് പോലെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഉള്ളൊരു ബേസിക്സ് മാത്രമേ തരുന്നുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? RTP സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇൻകം ടാക്സ് പോലെ അപ്ലോഡ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കാം. During the course of arranging and filing the document, the accountant of the Craft Model Limited observed that invoice for 30,000 excluding tax on 2nd December was omitted to be recorded in the books of accounts. No payment was made against the same till the end of the January. This invoice was issued by Mr. Rahu Keta of Patna, from whom Craft Model Limited had taken a car on rental basis. Invoice including the cost of fuel also. പിന്നെ ഓക്കെ, ശ്രദ്ധിക്കാം. പിന്നെ മാത്രമല്ല കാർ റെൻ്റലിൻ്റെ പെർസെൻറ്റേജ് 2.5
അല്ലേ 2.5 ആണ് എന്ന് വെച്ചാൽ 5% ആണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാർ റെൻ്റൽ സർവീസാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഞാൻ GST ബൂസ്റ്റർ തന്നെ എടുക്കാം. GST ബൂസ്റ്ററിൽ ഇഫ് യു ടേക്ക് ദ RCM, ഓക്കെ. അപ്പോൾ RCMൻ്റെ കേസിൽ പറയുന്നുണ്ട് നമ്മളുടെ റെൻറ്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, സപ്ലയർ ഇസ് നോട്ട് എ ബോഡി കോർപ്പറേറ്റ്, സപ്ലയർ ഒപ്റ്റഡ് 5%, റെസിപ്പിയൻ്റ് ഇസ് എ ബോഡി കോർപ്പറേറ്റ്, അങ്ങനെയാണെങ്കിൽ RCM വരും. ഈ 3 കണ്ടീഷനാണ് മെയിൻ. പിന്നെ വാല്യൂ ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് ഫ്യൂൽ, അതൊക്കെ നോർമലി ഓക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ വലിയ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ സപ്ലയർ ഇസ് നോട്ട് എ ബോഡി കോർപ്പറേറ്റ് ആൻഡ് എന്താ പറയുക, റെസിപ്പിയൻ്റ് ഇസ് എ ബോഡി കോർപ്പറേറ്റ് ആൻഡ് സപ്ലയർ ഒപ്റ്റഡ് 5%, അങ്ങനെയാണെങ്കിൽ RCM ആണ്. അപ്പോൾ നമുക്ക് ആദ്യം RCM ആണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവർ പറയുകയാണ് ഒബ്സർവ് ദ ഇൻവോയ്സ് ഫോർ 30,000 വാസ് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പേയ്മെൻറ്റ്സ് ടിൽ ദ എൻഡ് ഓഫ്, അതായിരിക്കും കൊടുത്തത് മിസ്റ്റർ. അപ്പോൾ സപ്ലയർ ഇസ് എ മിസ്റ്റർ രാഹു കേതു, ഈസ് എ ഇൻഡിവിജ്വൽ. അപ്പോൾ സപ്ലയർ ഇസ് എ ഇൻഡിവിജ്വൽ മീൻസ് അതർ ദാൻ ബോഡി കോർപ്പറേറ്റ്. മാത്രമല്ല നമ്മളാരാണ് റെസിപ്റ്റ് ലിമിറ്റഡ് ആണ്, ഇറ്റ്സ് എ ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ സപ്ലയർ എന്തല്ല, ഇൻഡിവിജ്വൽ ആണ്, ബോഡി കോർപ്പറേറ്റ് അല്ല. റെസിപ്പിയൻ്റ് കമ്പനിയാണ്, സോ ഇറ്റ്സ് എ ബോഡി കോർപ്പറേറ്റ്. മാത്രമല്ല പെർസെൻറ്റേജ് 5% ആണ്. സോ ഇത് എന്താണ്, RCM ആണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നത്തെ ബില്ലാണ്, ഡിസംബറിലെ ബില്ലാണ്. നമ്മൾ ഏത് മാസമുള്ളത്, ജാനുവരിയിലാണുള്ളത് അല്ലേ, ജാനുവരിയിലാണ് നമ്മളുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏത് മാസം വരിക, ഡിസംബറിലാണ് വരിക. നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ GST ബൂസ്റ്ററിൽ ടൈം ഓഫ് സപ്ലൈ എടുക്കുകയാണ്. ടൈം ഓഫ് സപ്ലൈ ഇഫ് യു ടേക്ക് എവരി വൺ, ഓക്കെ, ടൈം ഓഫ് സപ്ലൈ എടുക്കുക. ടൈം ഓഫ് സപ്ലൈ എവിടെയാണ്, ഓക്കെ, ടൈം ഓഫ് സപ്ലൈ. ഇപ്പോൾ ടൈം ഓഫ് സപ്ലൈൻ്റെ കേസിൽ ഇഫ് യു ടേക്ക് ദാറ്റ്, ഇത് ഗുഡ്സിൻ്റെ കേസാണ്, ദെൻ ഇറ്റ് ഈസ് സർവീസ്. ഓക്കെ, സർവീസ് ആണ്. ഓക്കെ, സർവീസിൻ്റെ കേസിൽ RCM കേസ് എടുക്കാം. നമുക്ക് RCM കേസിൽ നമ്മൾ 2 ഡേറ്റാണ് കമ്പയർ ചെയ്യേണ്ടത്. ഒന്ന് പേയ്മെൻറ്റ് ഡേറ്റും മറ്റൊന്ന് 61st ഡേ കമ്പയർ ചെയ്യുക വിച്ച് വാസ് ഏർലിയർ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ, എന്താണ് ഇവിടെ പറയുന്നുണ്ട് നോ പേയ്മെൻറ്റ് വാസ് മെയ്ഡ്. അപ്പോൾ പേയ്മെൻറ്റ് ഡേറ്റ് നോക്കണ്ട, നമ്മൾ 61st ഡേ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്നാൽ 2 ഡിസംബർ മുതൽ 61st ഡേ കൂട്ടുമ്പോൾ നമുക്കറിയാം ഡിസംബറിൽ 31 ദിവസം ഉണ്ട്. അപ്പോൾ 31 - 2 അപ്പോൾ 20. അപ്പോൾ ഡിസംബറിൽ 29 ദിവസം കഴിഞ്ഞു. ഓക്കെ, ഇനി ജാനുവരിയിൽ 31 ദിവസം ഉണ്ട്. അപ്പോൾ 31 + 29 60. നമുക്ക് വേണ്ടത് 61ാം ദിവസമാണ്. അപ്പോൾ 61ാം ദിവസം വരെ 1 ഫെബ്രുവരിയാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ വരുന്നത് 1 ഫെബ്രുവരിയാണ്. കാരണം 61st ഡേ ഫ്രം 2 ഡിസംബർ എന്ന് പറയുമ്പോൾ 1 ഫെബ്രുവരിയാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് 1 ഫെബ്രുവരിയാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ മാസം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ സപ്പോസ് ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ജാനുവരി മാസം ആയിരുന്നെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്, ഇത് RCM ആണ്. RCM ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, RCM ആണെങ്കിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ഒന്ന് ITസിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പിന്നെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ ലോജിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഏതായാലും ഇതിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട, വെരി ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഈ മാസം അല്ല വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തിയറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരില്ല. കാരണം ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ വരുന്നത് ഏത് മാസമാണ് വരുവാൻ, 1 ഫെബ്രുവരിയാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ സെറ്റ് ഓഫ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സെറ്റ് ഓഫ് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് കിട്ടി, ITCയും കിട്ടി. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ഓഫ് ഒക്കെ നിങ്ങൾ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന സംഭവമായിരിക്കും അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളത് ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ, ഓക്കെ, ബ്രീഫ്ലി എക്സാമിൻ ദ ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഇൻ ദ ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് കേസസ്. ഒന്ന്, ജിവാൻ ലിമിറ്റഡ് രജിസ്റ്റേർഡ് അണ്ടർ GST പ്രൊവൈഡ് സർവീസ് അമൗണ്ടിങ് ടു 10 lakh ടു എ ഗവൺമെൻറ് അതോറിറ്റി ബൈ വേ ഓഫ് സാനിറ്റേഷൻ കൺസർവൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സാംഷൻ ചാപ്റ്ററിൽ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വന്നൊരു അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു. ആ അമെൻമെൻറ്റാണ് നിങ്ങളോട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു ടേക്ക് ദ എക്സാംഷൻ ചാപ്റ്റർ, ഐ വിൽ ഷോ യു ദിസ്. ഓക്കെ, ഇതല്ല, സോറി, എക്സാംഷൻ ചാപ്റ്ററിൽ സർവീസസ് ടു ഗവൺമെൻറ് കേട്ടോ. ഓക്കെ, ഇത് എക്സാംഷൻ ചാപ്റ്ററാണ്. അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സർവീസസ് പ്രൊവൈഡ് ടു ഗവൺമെൻറ് അല്ലേ. അപ്പോൾ അതിൽ ഇഫ് യു സി സർവീസസ് പ്രൊവൈഡ് ടു ഗവൺമെൻറ് അതോറിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സംപ്റ്റ് ആണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ കേസിലായിരുന്നു സാനിറ്റൈസേഷൻ അല്ലേ. അപ്പോൾ അതിൽ എക്സംപ്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ ഇത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, 7A 7 1 ഈസ് ആക്ച്വലി ഈസ് എക്സംപ്റ്റഡ് അണ്ടർ GST. ഈസി.
Next one, Raju Transport is a registered GTM. They are a GTA, provided service of transportation goods to Kureja company, unregistered partnership firm. Kureja has paid 8,000 to Raju Transport as a consideration. അപ്പോൾ ഒരു GTA ഒരു അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേമിന് സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഇത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവരും GST ബൂസ്റ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേം ലെറ്റ്സ് സേ ഓക്കെ. അപ്പോൾ ഞാൻ RCMൻ്റെ കേസ് എടുക്കാം. അപ്പോൾ RCMൻ്റെ കേസിൽ ഞാൻ GTൻ്റെ കംപ്ലീറ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. GTA ആർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ GTൻ്റെ കേസ്, ഇത് GTൻ്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ GTA റെസിപ്പിയൻ്റ് സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ് ആണെങ്കിലാണ് പിന്നെ ടാക്സബിൾ വരിക. പക്ഷേ റെസിപ്പിയൻ്റ് നോട്ട് സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ് ആണ്. ശ്രദ്ധിക്കുക, GTA ആർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ് അല്ലാത്തവർക്ക് എക്സംപ്റ്റ് ആണ്. ഓക്കെ, അല്ലാത്തവർക്ക് എക്സംപ്റ്റ് ആണ്. ആരാണ് സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ്? ഇവരാണ് സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ്. ഇവരാണ് ഫാക്ടറി, സൊസൈറ്റി, കോർപ്പറേറ്റ് സൊസൈറ്റി, പേഴ്സൺ രജിസ്റ്റേർഡ് ബോഡി, കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പ്, ഇവരൊക്കെ സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ് ആണ്. ഇതിൽ കവേർഡ് അല്ലാത്തവർ ആരൊക്കെയാണ്? അൺരജിസ്റ്റേർഡ് ഇൻഡിവിജ്വൽ, അൺരജിസ്റ്റേർഡ് HUF, TDS ഡയറക്റ്റ്, ഇവരാണ് സ്പെസിഫൈഡ് റെസിപ്പിയൻ്റ് അല്ലാത്തത്. പക്ഷേ ഈ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആണ് അല്ലേ. പാർട്ട്ണർഷിപ്പ് ഫേമിന് GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അൺരജിസ്റ്റേർഡ് ആണെങ്കിലും ടാക്സബിൾ ആണ്. പാർട്ട്ണർഷിപ്പ് അതായത് GTA, ശ്രദ്ധിക്കുക, GTA ഇവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഇഫ് ദേ ആർ അൺരജിസ്റ്റേർഡ് സ്റ്റിൽ ടാക്സബിൾ. അത് ടാക്സബിൾ ആണ് അണ്ടർ RCM. അപ്പോൾ അതുകൊണ്ട് ഇത് ടാക്സബിൾ ആണ് അല്ലേ. അപ്പോൾ അൺരജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലും അത് ടാക്സബിൾ ആണ്. അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ലയബിൾ ടു ടാക്സസ്. ഓക്കെ, അപ്പോൾ ഇസ് ടാക്സബിൾ അണ്ടർ GST. കാരണം അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ. പക്ഷേ ഇത് നേരെ മറിച്ച് ഇതൊരു അൺരജിസ്റ്റേർഡ് ഇൻഡിവിജ്വൽ ആയിരുന്നെങ്കിലോ, അൺരജിസ്റ്റേർഡ് HUF ആയിരുന്നെങ്കിലോ, ദെൻ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, തേർഡ് വൺ, അമർദീപ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് സർവീസസ് ടു നിയോ നാറ്റൽ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ NICU അല്ലേ, ഫോർ 2 days ഫോർ വിച്ച് 15,000 ചാർജ് പെർ ഡേ. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. എക്സാംഷൻ ചാപ്റ്ററിലേക്ക് വരും. ഞാൻ GST ബൂസ്റ്റർ ഓപ്പൺ ചെയ്യാണ്. എക്സാംഷൻ ചാപ്റ്ററിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഏതാണ് ഓപ്പൺ ചെയ്യാം. എക്സാംഷൻ ചാപ്റ്ററിൽ യു ക്യാൻ സി ഹെൽത്ത് കെയർ സർവീസ്. ഇപ്പോൾ ഹെൽത്ത് കെയർ സർവീസിൽ പറയുന്നുണ്ട് റൂം റെൻറ്റ് 5,000 പെർ ഡേ മുകളിലാണെങ്കിൽ ടാക്സബിൾ ആണ്. അതായത് അപ് ടു 5,000 എക്സംപ്റ്റ് ആണ്, അതിൻ്റെ മുകളിൽ ടാക്സ്. പക്ഷേ ICU, CCU, NICU ഇവർക്ക് എത്ര തന്നെ റൂം റെൻ്റ് ആണെങ്കിലും അത് എക്സംപ്റ്റ് ആണ്. ICU, CCU, NICU ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അത് എത്ര തന്നെയാണ് 5,000 മുകളിലാണെങ്കിലും അത് എക്സംപ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ എത്രയായിരുന്നു? 15,000 ആണ് പെർ ഡേ റെൻറ്റ്. കുഴപ്പമില്ല, കാരണം എന്തിൻ്റെയാണത്? NICUൻ്റെ കേസാണ് അല്ലേ. അപ്പോൾ NICUൻ്റെ കേസിൽ എത്ര തന്നെ റെൻ്റ് ആണെങ്കിലും ദാറ്റ് വിൽ ബി എക്സംപ്റ്റഡ്. ഈസി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, 8th question. Ranmo Limited registered entity under GST has demerged its operation with effect from 31st October 2023. The registration of Ranmo Limited has been cancelled suo motu by the proper officer. The order of cancellation of registration was passed on 4th November. അപ്പോൾ ക്യാൻസലേഷൻ ഓർഡർ പാസ്സാക്കിയത് 4th നവംബറിലാണ് ആൻഡ് വാസ് സെർവ്ഡ് ഓൺ 7th നവംബർ. നമുക്ക് കിട്ടിയത് 7th നവംബറിലാണ്. ഓക്കെ, Ranmo Limited wishes to apply for revocation of cancellation of registration on 4th February. അല്ലേ, the tax consultant limited advised that revocation cancellation ടൈം പാർട്ട് എന്ന് വെച്ചാൽ ടൈം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിനി റിവോക്കേഷൻ കൊടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ ചാപ്റ്ററിലേക്ക് വരാം. ഇപ്പോൾ രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ ഇഫ് യു ടേക്ക് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ, ഇത് രജിസ്ട്രേഷൻ ചാപ്റ്ററാണ്, അത് സമ്മറൈസ് ചെയ്ത് കൊടുത്തുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നല്ല ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് റിവോക്കേഷൻ അല്ലേ, വളരെ ഓക്കെ ചുരുക്കി കൊടുത്തിട്ടുണ്ട് റിവോക്കേഷൻ. ഇപ്പോൾ റിവോക്കേഷൻ്റെ കേസിൽ നമുക്ക് എത്ര സമയമുണ്ട്? 90 days വരെ സമയമുണ്ട് റിവോക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ഓർഡർ, നമുക്ക് ഓർഡർ കിട്ടിയതിൻ്റെ അവിടുന്ന് 90 days ഉണ്ട്. പിന്നെ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 180 days വേണമെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ആർക്ക് അഡീഷണൽ കമ്മീഷൻ, ജോയിൻറ്റ് കമ്മീഷനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കേസിൽ നിന്ന് ഓർഡർ സെർവ് ആയത് 7th നവംബറാണ്. അപ്പോൾ അവിടുന്ന് 90 days കൂട്ടുമ്പോൾ എന്നാ അവസാനിക്കുക? പിന്നെ നവംബറിൽ എത്ര ദിവസമുണ്ട്? നവംബറിൽ 30 ദിവസം അല്ലേ. 30 - 7 എന്ന് പറയുമ്പോൾ 23. അപ്പോൾ 23 ദിവസമായി. ഡിസംബറിൽ 31ആയി, പിന്നെ ജാനുവരിയിൽ 31ആയി, ഫെബ്രുവരി 29ആയി അല്ലേ. അപ്പോൾ എന്താണ് നമ്മളെന്നാ കൊടുത്തത്? നമ്മൾ ഫെബ്രുവരി 4-ാം തീയതിയാണ്, സോറി ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പോൾ എത്ര ദിവസമായി? അപ്പോൾ 23-ഉം 31-ഉം ഞാനിത് കൂട്ടുന്നില്ല, നിങ്ങൾ കൂട്ടിയേക്കുക. അപ്പോൾ ഞാനതിൽ അതിന് ആൻസർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവർ തിയറി ചെയ്തിട്ടുണ്ട് 90 days ആണ്. അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച 180 days. അത്രയും നിങ്ങൾ ഡീറ്റെയിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇൻ ദ കേസ് അപ്പോൾ എന്താണ് 7th നവംബറിലാണ് നമുക്ക് ഓർഡർ ഇതായത് അല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ ഈസ് വാലിഡ് ഇൻ ലോ, കാരണം വിത്തിൻ ദ
ഈ 7th സർവീസിങ് ഓഫ് ഓർഡർ ആണ് കേട്ടോ. ഞാനത് കാണിച്ചു തന്നു. സർവീസിങ് ഓഫ് ഓർഡർ നമുക്ക് ഓർഡർ കിട്ടിയതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ 90 days കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ദിസ് ഇസ് വിത്തിൻ ദ ടൈം ലിമിറ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ടാക്സ് കൺസൾട്ടൻസ് തെറ്റാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Mr. X, a registered person under GST, has aggregate turnover in the preceding financial year amounting to 8 crore. അപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം 8 കോടിയുണ്ട്. ഈസ് desirous to know whether e-invoicing is supplemented by a registered person to government department or establishment or government agency, local authority which are registered solely for the purpose of deduction of TDS. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നിങ്ങൾ GST ബൂസ്റ്റർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് TDS അല്ലേ. TDS ആരാണ് എടുക്കേണ്ടത്? TDS ആരാണ്? നമ്മളുടെ ഈ ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റാണ് TDS പിടിക്കേണ്ടത് അല്ലേ, അവരാണ് TDS പിടിക്കേണ്ടത്. ഇനി നിങ്ങളെല്ലാവരും രജിസ്ട്രേഷൻ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ദർ യു ക്യാൻ സി സെക്ഷൻ 24. സെക്ഷൻ 24 ടോക്സ് അബൌട്ട് ദി കമ്പൽസറി രജിസ്ട്രേഷൻ. അല്ലെങ്കിൽ കാണാം TDS ഡയറക്ടർ, TDS കട്ട് ചെയ്യേണ്ട ആൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടില്ലേ ഗവൺമെൻറ് അതോറിറ്റി, അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. ഇനി നമ്മൾ അപ്പോൾ അവർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ TDS കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അവരെന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. ഇനി നമ്മളെല്ലാവരും ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇഫ് യു സി ടാക്സ് ഇൻവോയ്സ് ചാപ്റ്റർ, അപ്പോൾ അതിൽ ഇൻവോയ്സിങ് കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻവോയ്സിങ് ഏത് കേസിലാണ്? ഇൻവോയ്സിങ് ഓക്കെ അപ്പോൾ ഇൻവോയ്സ് അല്ലേ. ഇൻവോയ്സിൻ്റെ കേസിൽ എപ്പോഴാണ് ഇൻവോയ്സ് വരിക? ഒരാളുടെ അഗ്രഗേറ്റ് ചെയ്യണം, അവർ 5 കോടിൻ്റെ മുകളിൽ പോവുക, ആൾ രജിസ്റ്റേർഡ് പേഴ്സണ് സപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇയാളുടെ ഇത് 8 കോടിൻ്റെ മുകളിലുണ്ട്. മാത്രമല്ല അവർ ആർക്കാണ് സപ്ലൈ ചെയ്തത്? ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ദേ ടേക്കൺ അല്ലെങ്കിൽ TDS ഡയറക്ടർ. അപ്പോൾ നമുക്കറിയാം ദേ ആർ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺലി. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? TDS ഇൻവോയ്സിങ് വേണം, നിർബന്ധമായിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻ ദിസ് സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ TDSൻ്റെ കേസാണ് ഈ പറയുന്നത്. അവർ കമ്പൽസറി രജിസ്ട്രേഷൻ വേണം. ദെയർഫോർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് registered solely for the purpose of deduction are to be treated as a registered person. അവർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അക്കോർഡിംഗ്ലി ദ registered whose turnover exceed 5 crore അല്ലേ required to issue e-invoice for the supplement to such government department. അപ്പോൾ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ എന്താ പറയുക e-invoice ഇഷ്യൂ ചെയ്തേ മതിയാവും അല്ലേ. പിന്നെ 10th question, last question. Briefly explain the manner of dealing with the differences in ITC available in auto-generated statement containing the details of ITC and that available in return prescribed Rule 88D. ഇപ്പോൾ റൂൾ 88D കുറിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ പിന്നെ ഡിഫറൻസ് ഇൻ ITC. അപ്പോൾ റൂൾ 88D ഞാൻ നിങ്ങളുടെ നോർമൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യാം. നോർമൽ ടെക്സ്റ്റ് ബുക്കിൽ അതായത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോർമൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ there you can see ITC ചാപ്റ്റർ. ഓക്കെ, ITC ചാപ്റ്ററിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ITC ചാപ്റ്ററിൽ I have given this. ഓക്കെ, ITC ചാപ്റ്ററിൽ if you see that ഓക്കെ റൂൾ 88D അല്ലേ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റൂൾ 88D. ഓക്കെ, റൂൾ 88Dയിൽ എന്താ ചെയ്യേണ്ടത്? അവർ പറയാണ് നമ്മൾ 3Bയിൽ അവെയിൽ ചെയ്ത ITC ഇസ് മോർ ദാൻ 2B. 2Bയിൽ വന്നതിലേറെ നമ്മൾ ITC അവെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നോട്ടീസ് വരും, ഇൻ പ്രിസ്ക്രൈബ് ഫോം നമുക്ക് നോട്ടീസ് വരും. ആ നോട്ടീസ് എന്ത് ചെയ്യുക? നമ്മൾ 7 ദിവസം കൂടെ വന്നാൽ ഡിഫറൻഷ്യൽ എമൗണ്ട് അടക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അവർ നമ്മളുടെ ലയബിൾ ടു ബി ഡിമാൻഡ്, നമ്മളുടെ എമൗണ്ട് അവർ റിക്കവർ ചെയ്യും. മാത്രമല്ല വി വിൽ ബി ബ്ലോക്ക്ഡ് ഫ്രം ഫർണിഷിംഗ് GSTR1. അപ്പോൾ ഇതിനെക്കുറിച്ച് സമ്മറി ആയിട്ട് എഴുതിയാൽ മതി. അതാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ വിത്ത് ദാറ്റ് വി ഹാവ് ഡൺ വിത്ത് ദ RTP ഓൺ GST. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയി. അപ്പോൾ അത് കുറച്ച് സ്പീഡിൽ ഞാൻ എടുക്കാൻ കാരണം വെച്ചാൽ പിന്നെ മാക്സിമം പെട്ടെന്ന് തീർക്കാൻ തന്നെയാണ്. കാരണം ഇനി നമുക്ക് ഇൻകം ടാക്സ് കൂടെ ചെയ്യാനുണ്ട്. മാത്രമല്ല ഞാൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് 10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്പീഡിലെടുത്തു. അപ്പോൾ കാരണം ഞാനത് വാക്ക് കൊടുത്തു പോയി, ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു പോയി. പിന്നെ അന്ന് ചെയ്യാതെ പോകാൻ പറ്റില്ല, കാരണം നാളെ രാവിലെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഏതായാലും എൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എന്ത് ചെയ്യാം? ഇൻകം ടാക്സിന് ചെയ്യാം. അപ്പോൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ ഹെൽപ്ഫുൾ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. റെഡി. സോ താങ്ക് യു വെരി മച്ച് buddies. We'll see in another video regarding the RTP on income tax. Bye.